الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف لهما ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവനെ ഭയപ്പെട്ടും അവനെ സൂക്ഷിച്ചും തങ്ങളുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഈമാനോടുകൂടി മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ജീവിതകാലത്ത് കഠിനാധ്വാനം ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നത്, അവിടെ ഭരണം നിർവഹിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ് എന്നും സാംസ്കാരികമായും ധാർമ്മികമായും ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കഴിവും അറിവും പ്രാപ്തിയുമെല്ലാം സ്ത്രീകൾക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്നും അവർ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും കളിയാടുകയുള്ളൂ, ഒരു സ്വർഗം തീർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. ഒരു കുടുംബത്തിലെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ മാതാപിതാക്കളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്നുള്ളത്. കാരണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹുമാ ജന്നത്തുക വനാറുക, അവർ നിൻ്റെ സ്വർഗമാണ്, അതുപോലെ തന്നെ നിനക്ക് നരകത്തിൽ പോകേണ്ട കാരണവും ഒരുപക്ഷെ അവരായിത്തീരും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
അതുപോലെ പ്രവാചകന്റെ മറ്റൊരു നിർദ്ദേശം ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്ന, നീ നിന്റെ മാതാപിതാക്കളുടെ കാലുകളുമായി ഒഴിഞ്ഞു പോകാതിരിക്കുക, അഥവാ അവരുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക. ഫസമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗമുള്ളത്. ആ മാതാപിതാക്കളുടെ അടുത്താണ്, അവരെ സന്തോഷിപ്പിക്കുന്നതിലാണ്, അവരെ ആനന്ദിപ്പിക്കുന്നതിലാണ് സ്വർഗമുള്ളത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചനമുണ്ടല്ലോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽപാദങ്ങൾക്കടിയിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു തിരുവചനം റഗിമ അംഫുൻ റഗിമ അംഫുൻ റഗിമ അംഫുൻ, ഒരാൾ നശിക്കട്ടെ 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 എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഗൗരവത്തിൽ പറയുകയാണ്. അപ്പൊ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകരെ അങ്ങ് അവർ നശിക്കട്ടെ എന്ന് പറയുന്നത്? പ്രവാചകൻ അതിന് പറയുന്ന മറുപടി, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അവരിൽ ഒരാളെയോ ലഭിച്ചിട്ട് ഫലം യദ്ഖുലിൽ ജന്ന, എന്നിട്ടും സ്വർഗം നേടാൻ കഴിയാത്തവൻ അവൻ നശിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അഥവാ നമ്മുടെ സ്വർഗമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ലഭിക്കുന്ന സ്വർഗമാണ് പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കൾ എന്നാണ് പ്രവാചകൻ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ പ്രവാചകൻ ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് 3 വട്ടം ആമീൻ 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 എന്ന് പറയുന്നത് സ്വഹാബത്ത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്കാണ് ആമീൻ പറഞ്ഞത്. അവയിൽ 1-2 വേറെയുണ്ട്. അതിൽ ഒന്ന് പ്രവാചകൻ പറയുന്നത്, വമൻ അദ്റക വാലിദൈഹി അഹദഹുമാ ഔ കിലാഹുമാ ഫദഖലൻ നാർ ഫഅബ്അദഹു അല്ലാഹ്, മാതാപിതാക്കളെ പ്രായാധിക്യത്തിൽ ലഭിച്ചിട്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടുന്ന ഗതികേടുണ്ടാകുന്ന വ്യക്തി, അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശീർവാദത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന്. ഇതിൽ നിന്ന്, ഈ തിരുവചനങ്ങളിൽ നിന്ന്, ഇതുപോലെ ഒരുപാട് തിരുവചനങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നാം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ താക്കോൽ ഈ മാതാപിതാക്കളാണ്. അവരെ അവഗണിക്കുകയോ അവരെ തള്ളിക്കളയുകയോ അവരെ പീഡിപ്പിക്കുകയോ ആണ് ചെയ്യുന്നത് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വൃദ്ധസദനങ്ങൾ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾക്ക് സ്നേഹവും കാരുണ്യവും ആദരവും ലഭിക്കാത്ത ഒരു കാലഘട്ടമാണ്. 107 വയസ്സുള്ള ഒരു വൃദ്ധമാതാവ് കാലിത്തൊഴുത്തിൽ പശുക്കളോടൊപ്പം കഴിഞ്ഞുകൂടുന്നത്, അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകന്മാർ രക്ഷിച്ചു കൊണ്ടുവന്നത് അല്പം മുമ്പ് നാം പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. 6 മക്കളുണ്ടായിട്ടും സംരക്ഷണം കിട്ടാത്ത ഒരു അമ്മ, ആ അമ്മയാകട്ടെ 35 വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മക്കളെ നോറ്റ് പോറ്റി വളർത്തി. ആ പോറ്റി വളർത്തിയ തൻ്റേടികളായ 6 മക്കളുണ്ടായിട്ട് സംരക്ഷണം ലഭിക്കാത്ത അവസ്ഥയിൽ നടു റോഡിലെത്തിപ്പെട്ടിട്ടുള്ള ആ വാർത്തയും നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്.
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിട്ട് ആ സ്വത്തുക്കൾ ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ മക്കൾ പങ്കിട്ടെടുക്കുകയോ അവർക്ക് വീതിച്ചു കൊടുക്കുകയോ ചെയ്തതിന് ശേഷം ഒരു അവലംബമില്ലാത്ത ഒരുപാട് പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ള രക്ഷിതാക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നട്ടുച്ചയ്ക്ക് വന്നുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണമെന്ന് പ്രായം ചെന്ന ഉമ്മയോട് പറഞ്ഞ് ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് പോരാത്തതിന് ആ വിശുദ്ധ റമളാൻ മാസത്തിൽ ഉമ്മയെ തലക്കടിച്ച് കൊന്ന വാർത്ത നാം പത്രങ്ങളിൽ വായിച്ചതാണ്. അഥവാ ഇന്നത്തെ വാർദ്ധക്യം ഭയന്നുകൊണ്ട് ഒരു കരുണ ലഭിക്കാതെ സ്നേഹം ലഭിക്കാതെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വാർത്തകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നാം അറിയേണ്ടുന്ന ഒരു വസ്തുത എന്നത് നമ്മുടെ ഉയർച്ചയിലും വളർച്ചയിലും ഒട്ടും അസൂയയില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. നമ്മൾ എത്ര ഉയർന്നാലും വളർന്നാലും ഉന്നതിയിലെത്തിയാലും അതിലൊട്ടും അസൂയയില്ലാത്ത രണ്ട് വ്യക്തികൾ മാത്രമാണ് ഈ ദുനിയാവിലുള്ളത്. അത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ കൂട്ടുകുടുംബങ്ങൾ തമ്മിലോ പോലും ഇത്രമാത്രം അസൂയയില്ലാത്ത ഒരവസ്ഥയുണ്ടാവുകയില്ല. എൻ്റെ ഭർത്താവ് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോകുമ്പോൾ അതെനിക്ക് വല്ല നിലക്കുമുള്ള ദോഷമുണ്ടാക്കി തീർക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന ഭാര്യമാർ ഒരു പക്ഷേ ഉണ്ടായേക്കാം. നേരെ തിരിച്ചും അങ്ങനെയുണ്ടായേക്കാം. അതുപോലെ കുടുംബത്തിലുമുണ്ടാകാം. എന്നാൽ മാതാപിതാക്കൾ അങ്ങനെയല്ല. അവർക്ക് നമ്മെക്കുറിച്ച് യാതൊരു രൂപത്തിലുള്ള അസൂയയും ഉണ്ടാവുകയില്ല എന്നതാണ് തീർത്തു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഒരു വിസ്മയമായിട്ടാണ് മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയും ഉറക്കമൊഴിയുകയും അതുപോലെ എന്തു വേണമെങ്കിലും സഹിക്കാൻ തയ്യാറായ വിസ്മയമായിക്കൊണ്ട് മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ നമസ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ നമസ്കരിക്കുന്നുണ്ടോ, നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ, മറ്റമലുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ എൻ്റെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ എൻ്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷം കളിയാടുന്നുണ്ട് എങ്കിൽ, അവർ സമാധാനം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അവർ ചിരിക്കുകയും കുടുംബത്തോടൊപ്പം ഉല്ലസിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ല, ആ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് പേടിയാണ്, അല്ലെങ്കിൽ ആശങ്കയാണ്, അല്ലെങ്കിൽ സങ്കടമാണ്, അവർക്ക് കണ്ണുനീരിന്റെ അവസ്ഥകളാണ് ഉള്ളത് എങ്കിൽ ആളെത്ര ഉന്നതനായിരുന്നാലും, ഒരു പക്ഷേ പള്ളി മഹല്ല് കമ്മിറ്റികളുടെ ഭരണാധികാരികളായിരുന്നാലും, രാജ്യത്ത് എത്രമാത്രം ഉന്നത പദവികൾ വഹിക്കുന്നവരായിരുന്നാലും മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ കൊള്ളരുതാത്തവനാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ? അവന്റെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണ്. പ്രവാചകൻ പറഞ്ഞ തിരുവചനം, അള്ളാഹുവിന്റെ തൃപ്തി എവിടെയാണ്? ആ തൃപ്തി കിടക്കുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അവന്റെ കോപം എവിടെയാണ്? മാതാപിതാക്കളുടെ കോപത്തിലാണ്. അവർ നമ്മെ ഇഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അവർക്ക് നമ്മെ ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹുവിനും നമ്മെ ഇഷ്ടമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ അള്ളാഹുവിന്റെ തൊട്ടടുത്താണ് മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കുന്നത്. ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു
വബിൽ വാലിദൈനി ഇഹ്സാന. റബ്ബിനെയല്ലാതെ ആരാധിക്കരുത് എന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു വിധിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ തൊട്ടടുത്താണ് അവിടെ സ്ഥാനം നൽകുന്നത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക. ഇങ്ങനെയൊക്കെയാണ് കാര്യം. അതുകൊണ്ട് അനിഷ്കുർ ലീ, എനിക്ക് നന്ദി ചെയ്യണം. തൊട്ടടുത്ത് വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്മ ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു. ഇതുപോലെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അവൻ മഹത്വത്തോടുകൂടി വെച്ചിരിക്കുന്നത് അവന്റെ തൊട്ടടുത്ത കസേരയിൽ തന്നെയാണ്, അവന്റെ തൊട്ടടുത്ത സ്ഥാനത്താണ്. അത്രമാത്രം ഉന്നതമായ സ്ഥാനങ്ങളിലും പദവികളിലുമാണ് അള്ളാഹു അവരെ വെച്ചിട്ടുള്ളത് എന്നതിനാൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ സമ്പത്തുക്കളല്ല. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയത് പ്രാധാന്യമർഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. പല ബന്ധങ്ങളും മുറിച്ചു മാറ്റുവാൻ സാധിക്കും, എന്നാൽ പൊക്കിൾ കൊടി ബന്ധം എന്നത് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല. ഒരു ചുരുങ്ങിയ വാക്കുകളിലൂടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മറ്റുപോകും, തലാഖ്, ആ രൂപത്തിൽ ബന്ധം മറ്റുപോകും. എന്നാൽ മാതാപിതാക്കൾ തമ്മിലുള്ള, മക്കളും തമ്മിലുള്ള ആ ബന്ധം ശസ്ത്രക്രിയകളിലൂടെ പോലും ആ പൊക്കിൾ കൊടിയുടെ ബന്ധം ഇല്ലാതെയാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. 3 വട്ടം മാതാവും 4മതായി പിതാവും കടന്നു വരുന്ന സുഹൃതത്തിന്റെ പേരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞ ആരോടാണ് എനിക്ക് ഏറ്റവും നല്ല സഹവാസം വേണ്ടത്? നിന്റെ മാതാപിതാക്കളോടാണ്, നിന്റെ മാതാവിനോടാണ്. പിന്നെയാരോട്? മാതാവിനോട്. പിന്നെയാരോട്? മാതാവിനോട്. പിന്നെയാരോട്? പിതാവിനോട്. 4മത് പിതാവാണ് കടന്നു വരുന്നത്. അതിന് മുഫസ്സിറുകളായ ആളുകൾ പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അഥവാ പിതാവ് എന്ന് പറയുന്ന പിതാവിൻ്റെ സേവനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ പോറ്റുന്നത്, വളർത്തുന്നത്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഉമ്മയുടെ സേവനം പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. നമ്മൾ പറവിയെടുക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി സേവനം തുടർന്നവരാണ്, നിർവഹിച്ചവരാണ് നമ്മുടെ മാതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മയുടെ അടുത്ത് നമുക്ക് 1 വയസ്സ് കൂടുതലാണ്. കാരണം നമുക്കുള്ള ഡേറ്റ് ഓഫ് ബർത്തിനേക്കാൾ 1 വയസ്സ് കൂടുതലാണ് ഉമ്മയുടെ അടുക്കൽ. കാരണം ഗർഭപാത്രത്തിൽ നമ്മൾ 10 മാസം കഴിച്ചു കൂട്ടിയവരാണ്. അതുപോലെ ഒരാൾ ഉമ്മ എവിടെയാണ് ഇപ്പോഴുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എൻ്റെ അടുത്താണ് എന്ന് മറുപടി പറഞ്ഞു. ആ പറഞ്ഞ മറുപടി ആ ചോദിച്ചിട്ടുള്ള ചോദ്യകർത്താവ് തിരുത്തി കൊടുക്കുകയാണ്. അങ്ങനെയല്ല പറയേണ്ടത്. ഉമ്മ എൻ്റെ അടുത്താണ് എന്നല്ല പറയേണ്ടത്. പറയേണ്ടത് എങ്ങനെയാണ്? പറയേണ്ടത് ഉമ്മയുടെ അടുത്ത് ഞാനാണ്, ഉമ്മയുടെ അടുത്ത് ഞാനാണ്. ആ മഹാഭാഗ്യം ലഭിച്ചത് എനിക്കാണ്, ആ മഹാഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. ഉമ്മയുടെ അടുത്ത് കഴിഞ്ഞുകൂടുവാനുള്ള, അവിടെ കണ്ണുനീർ തുറച്ചു കൊടുക്കുവാനുള്ള, അവിടെ കാലുകൾ തടവിക്കൊടുക്കുവാനുള്ള, അവർക്ക് വേണ്ട ആശ്വാസം നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണ് എന്നാണ് പറയേണ്ടത് എന്ന് ആ മഹാൻ തിരുത്തി കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഒരു കേസ് നടന്നത് പത്രങ്ങളിൽ വന്നിരുന്നു. മാതാപിതാക്കളെ പിതാവിനെ സംബന്ധിച്ചായിരുന്നു. കേസ് എന്താണ്? ജ്യേഷ്ഠ സഹോദരൻ വാദിക്കുകയാണ്, വാപ്പാനെ അനുജൻ തന്നെ നോക്കിക്കളയുന്നു, എനിക്ക് തരുന്നില്ല, അതുകൊണ്ട് എനിക്കും കിട്ടണം വാപ്പാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. അങ്ങനെ ആ കേസ് അവസാനം 2 പേരെയും രമ്യതയിലെത്തിച്ച് ആദ്യമേ ഇളയ സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ തന്നെ അല്പം കൂടി കഴിഞ്ഞുകൂടട്ടെ എന്ന് വിധി പറഞ്ഞപ്പോ ജ്യേഷ്ഠ സഹോദരൻ കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കോടതിയിലെ ജഡ്ജിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തി എന്ന് വിലപിക്കുന്നത് ആ പത്രങ്ങളിൽ നാം വായിച്ചതാണ്. ആ രൂപത്തിൽ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി കൊണ്ട് നാം കരുതേണ്ടതാണ്.
മാതാപിതാക്കൾ നമ്മൾ പലരും പലതുമായതിനു ശേഷം നമ്മെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ കൂട്ടത്തിൽ കൂട്ടുവാനും പലരുമുണ്ടാകും. ഭാര്യയായതിനു ശേഷം ഭർത്താവുണ്ടാകും, ഭർത്താവായതിനു ശേഷം ഭാര്യയുണ്ടാകും, മക്കളായതിനു ശേഷം അവരുണ്ടാകും. അവരൊക്കെയുണ്ടാകും നമ്മെ സ്നേഹിക്കാനും അതുപോലെ നമ്മെ അംഗീകരിക്കുവാനും നമ്മെ കൂടി നടക്കുവാനും പലരുമുണ്ടാകും. എന്നാൽ നാം ആരുമല്ലാതിരുന്ന കാലത്ത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ആ സമയത്തും അതിനുശേഷം മറ്റേതൊരു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെന്ന ജീവി ഒരു 10, 18, 20 വയസ്സ് വരെ തീർച്ചയായും അവന് മറ്റൊരാളുടെ ആശ്രയം ആവശ്യമാണ്. മറിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുമില്ല. അപ്പോ മറ്റൊരാളുടെ ആശ്രയം ആവശ്യമുള്ള, എന്നാൽ നമ്മൾ ആരുമാകാത്ത ആ സമയത്ത് നമ്മെ വേണ്ട പോലെ ശുശ്രൂഷിച്ച, നമുക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ ആ മാതാപിതാക്കളെ ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ല. അവരാണ് നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത്, അവരാണ് നമ്മെ പോറ്റി വളർത്തിയിട്ടുള്ളത്, അവരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെ നാം ഒറ്റപ്പെടുത്തരുത്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പെങ്ങനെയാണ്? ഇന്ന് അനാഥരാകുന്നത് മാതാപിതാക്കളാണ്. ഇന്ന് അനാഥരാകുന്നത്, പാപ്പ മരിച്ചോൽക്കാണ് അനാഥൻ എന്ന് പറയുക, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കാണ് അനാഥൻ എന്ന് പറയുക. എന്നാൽ ഇന്ന് അനാഥരാകുന്നത് മാതാപിതാക്കളാണ്. കാരണം അവരെ വീടുകളിലാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ ആരുമില്ല, അവരോടൊന്ന് സംസാരിച്ചിരിക്കാൻ ആരുമില്ല, അവരുടെ തലയിലൊന്ന് തടവിക്കൊടുക്കാൻ ആരുമില്ല, അവരുടെ നഖമൊന്ന് മുറിച്ചു കൊടുക്കാൻ ആരുമില്ല, അവരുടെ കാലൊന്ന് തടവിക്കൊടുക്കാൻ ആരുമില്ല, അവർക്ക് ബാത്റൂമിലേക്കൊന്ന് താങ്ങിക്കൊടുക്കാൻ ആരുമില്ല. ഇനി വല്ലതും ആവശ്യപ്പെട്ടാലോ അവിടെയുണ്ടൊരു നോട്ടം, അവിടെയുണ്ടൊരു സംസാരം. നിങ്ങൾക്ക് ആ മൂലയിലെവിടെങ്കിലും ഇരുന്നാ പോരെ, എന്തിനായി ഒച്ചയും പടയും ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരവത്തിൽ മക്കൾ അവരോട് കയർക്കുന്ന സംസാരങ്ങൾ നമുക്ക് കാണാം. ഒരാൾ പറയുന്ന ഒരു കഥയിൽ ഇങ്ങനെ പറയുന്നു, രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടുന്ന ആ ഒരു മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്കിറങ്ങി, മുറ്റത്ത് ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ വിളിച്ചുകൊണ്ട്, മോനെ ഇപ്പൊ പോവാണ് കേട്ടോ, വൈകുന്നേരം വരുമ്പോ എന്താ വേണ്ടത്? കുട്ടി പറഞ്ഞ് ചോക്ലേറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഇപ്പൊ വരുമ്പം കൊണ്ടുവരട്ടോ എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാനിറങ്ങിയപ്പോ വാതിൽ കൊടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, മോനെ മനസ്സിലായി, ഇത് ഉമ്മാണ് എന്ന് മനസ്സിലായി. അപ്പൻ ചോദിച്ചു, എന്തേ എന്നൊരു ചോദ്യം. ആ ചോദ്യം കേട്ടത് തന്നെ ആ ശബ്ദത്തിന്റെ ഗൗരവം അതിൽ നിന്ന് മനസ്സിലാക്കാം. ഉമ്മ പേടിച്ചുകൊണ്ടാണെങ്കിലും പറഞ്ഞു, ഉമ്മാന്റെ ആ ഗുളിക തീർന്നു പോയിട്ടുണ്ട് കേട്ടോ, മോൻ വൈകുന്നേരം വരുമ്പോ ഒരു 10 റുപ്യന്റെ ഗുളിക വാങ്ങണം, നിങ്ങൾ ഗുളിക തിന്നലാണോ, എന്താ നിങ്ങൾക്ക് പണി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കയർക്കുന്ന രൂപം. ആ മാതാവ് ആകെ പേടിക്കുകയും ചൂളുകയും ചെയ്യുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള എത്രയെത്ര ആളുകളെ നമ്മുടെ വീടുകളിൽ നമുക്ക് കാണാം. നാം പരിഗണിക്കേണ്ടതാണ്, മറിച്ചു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ കാര്യത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, നിന്റെ റബ്ബ് വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിധി മാറ്റല്ല, നീ സുപ്രീം കോടതിന്റെ വിധി പോലെയാണ്. അള്ളാന്റെ വിധി വന്നു കഴിഞ്ഞു, ഇനി അതിലൊരു മാറ്റമില്ല. പടച്ചവന്റെ വിധിയിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരു ചോയ്സ് ഇല്ല. അത് വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന ഒരു ചോയ്സ് ഇല്ല. അവരോട് ഇഹ്സാനോട് കൂടി ജീവിക്കണം. എന്താണ് ഇഹ്സാൻ? പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ റബ്ബിനെ കണ്ടിട്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിന്റെ ആയത്തിൽ മാതാപിതാക്കളോടുള്ള കടമ പറയുന്നിടത്ത് ഇഹ്സാനോട് കൂടിയാണ് അവരെ പരിഗണിക്കേണ്ടത്.
ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ മാതാപിതാക്കളെ ഈ അവശതയിലും അതുപോലെയുള്ള സന്ദർഭങ്ങളിലും ഞാനാണ് നോക്കേണ്ടത്, അത് പടച്ചോൻ കാണുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് എന്നത് ഖുർആൻ ആയത്തിൽ പറയുകയാണ്. അതുപോലെ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാളോ രണ്ടാളോ വാർദ്ധക്യം പ്രാപിച്ചു വന്നാൽ, നമുക്കറിയുന്ന ആയത്താണ്. എന്താണ് അവിടെ പ്രത്യേകമായി അത് എടുത്തു പറയേണ്ട കാര്യം? വാർദ്ധക്യം പ്രാപിക്കുമ്പോഴാണ് മറ്റൊരാളുടെ താങ്ങ് ആവശ്യമായി വരിക, തണൽ ആവശ്യമായി വരിക, അതുപോലെ നമുക്ക് വേണ്ട സംരക്ഷണം ആവശ്യമായി വരിക. ഒരു പിതാവിൻ്റെ കഥ പറയാറുണ്ട്. 5 നേരവും പള്ളിയിൽ വരുന്ന ഒരു പിതാവ്, അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പള്ളിയിൽ വരാതായി, ജമാഅത്തിന് വരുന്നില്ല. എന്താണ് എന്ന് അന്വേഷിച്ചപ്പോ സംഭവിച്ചത് എന്താണെന്നോ, ഈ മകൻ വിദേശത്താണ്, നല്ല ജോലിയാണ്, നല്ല സ്റ്റാൻഡേർഡ് ജോലിയാണ്, അതുകൊണ്ട് വാപ്പ കൂലിപ്പണിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. വാപ്പനോട് പറഞ്ഞു നിങ്ങൾ പോകണ്ട, ഞങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാപ്പാൻ്റെ കൂലിപ്പണിയും നിർത്തി. അങ്ങനെ വാപ്പാൻ്റെ അടുക്കലേക്ക്, ഭാര്യയുടെ അടുക്കലേക്കാണ് കാശെടുക്കുക. വാപ്പക്കൊന്നും കൊടുക്കൂല. വാപ്പക്കൊരു കാലിച്ചായ കുടിക്കണമെങ്കിൽ അവിടെ പേരക്കുട്ടികളുണ്ട്, നിസ്കരിച്ച് ചെല്ലുമ്പോൾ പേരക്കുട്ടികൾ വയ്യേക്ക് കൂടും, ഒറ്റയ്ക്ക് വന്നിട്ട് ആ സമയത്ത് ഒരു മുട്ടായെങ്കിൽ വാങ്ങിക്കൊടുത്ത് അറ്റേക്ക് കൊടുക്കണം. ഇങ്ങനെ ഈ ജോലിക്ക് പണിക്ക് പോകാതിരുന്നപ്പോ വാപ്പാൻ്റെ അടുത്ത് പിന്നെ കാശില്ല, 5 കാശുമില്ല. ജമാഅത്തിന് വന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ മക്കളെ കൂടി പേരക്കുട്ടികൾ വയ്യേക്ക് കൂടും, അയറ്റേക്ക് ഓരോ മുട്ടായെങ്കിലും കൊടുക്കണ്ടേ, എല്ലാ കാശില്ല, മോനെ അയച്ചു തരുന്നില്ല, വീട്ടിലേക്ക് എത്തുന്ന കാശിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിക്കുന്ന പിതാക്കളും ഒരുപാടുണ്ടാകും. അവരുടെ കയ്യിൽ ഒരു കാശ്, അവർക്ക് അങ്ങാടിയിൽ ഇറങ്ങണ്ടേ, ഒരു കാലിച്ചായ കുടിക്കണ്ടേ, സുഹൃത്തുക്കളോടൊപ്പം കളിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കാശ് കൊടുക്കേണ്ടി വരില്ലേ, എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ അവർക്ക് അവരുടെ കൂടെ അവരുടെ പ്രായക്കാരോടൊപ്പം പോകേണ്ടി വരില്ലേ. അതിന് അവരുടെ കയ്യിൽ കുറച്ച് കാശ് നമ്മൾ എപ്പോഴും കൊടുക്കണം. പ്രായം ചെന്ന ആളുകളാണ് എങ്കിൽ അവർക്കുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ പ്രായം ചെന്ന ഉമ്മയാണ് വീട്ടിൽ, ഉമ്മക്കെന്തിനാ അപ്പൊ പൈസ, തിന്നാനില്ലേ, കുടിക്കാനില്ലേ, ധരിക്കാനില്ലേ, ഒക്കെ ഞാൻ കൊടുക്കുന്നില്ലേ എന്ന വിചാരമല്ല. ഉമ്മാക്ക് മക്കൾ വരാനുണ്ടാകും, പേരക്കുട്ടികൾ വരാനുണ്ടാകും. ഓലൊക്കെ പോകുമ്പോൾ ഒരു 5 ഉറുപ്പ്യ 10 ഉറുപ്പ്യ ഓലെടുത്ത് ഈ 10 ഉറുപ്പ്യക്ക് 10,000 ഉറുപ്പ്യൻ്റെ വില ഉണ്ടാകും. എന്നാലും അതൊന്ന് എടുത്ത് സന്തോഷത്തോടു കൂടി കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ കയ്യിൽ അത് കൊടുത്തു വെക്കണം. അവരുടെ കയ്യിൽ ആ രൂപത്തിലുള്ള കാശുണ്ടാകണം. അങ്ങനെ അവരെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മഹാനെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രവാചകനെ കണ്ടിട്ടില്ല, എന്നാലും യമനിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, ഉവൈസിനെ നിങ്ങൾ കണ്ടാൽ ഉവൈസിനെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കണം കേട്ടോ, കാരണം മൂപ്പര് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും തട്ടൂല, അള്ളാഹ് പ്രാർത്ഥന ഒഴിവാക്കൂല. അങ്ങനെയുള്ള മഹാനാണ് ഉവൈസ്. നബി ഉവൈസിനെയും കണ്ടിട്ടില്ല, ഉവൈസ് നബിയെയും കണ്ടിട്ടില്ല. ഒരിക്കൽ കാണാൻ വേണ്ടി വന്നപ്പോ നബി അവിടെ എല്ലാം യുദ്ധത്തിന് പോയതാണ്, തിരിച്ചു പോയതാ. കാരണം എന്താ? പ്രായം ചെന്ന മാതാവുണ്ട് വീട്ടില്, ആ മാതാവിനെ നോക്കാതെ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നബിയുടെ കാലത്ത് കണ്ടില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് ഹജ്ജ് കഴിയുമ്പോൾ അങ്ങനെ വിളിച്ചു ചോദിക്കും, ഹൽഫീക്കും ഉവൈസ്, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഉണ്ടോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് കണ്ടില്ല, ഉമർ ഖത്താബിന്റെ കാലത്ത് കണ്ടു. ആ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ആ അടയാളങ്ങളൊക്കെ ചോദിച്ചു. ഉവൈസ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ അയാളുടെ വയറ്റത്ത് ഒരു നാണയത്തിന്റെ വലിപ്പത്തിൽ വെള്ളപ്പാണ്ടുണ്ടാകും എന്നും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ വയറൊന്ന് പൊക്കൂ, ഷർട്ടൊന്ന് പൊക്കൂ എന്ന് പറഞ്ഞപ്പോ പൊക്കി. ഈ അടയാളം പ്രവാചകൻ പഠിപ്പിച്ച പറഞ്ഞു കൊടുത്ത അടയാളം കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു അതിൽ തുരുതുരാ ചുംബിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ചുംബിക്കണത്? ഞങ്ങളുടെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു മാതാവുണ്ടോ, ആ മാതാവ് പ്രായമായതായോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വലിയ ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഉവൈസുൽ ഖർനി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ആ പ്രസംഗം വിവിധങ്ങളായ ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ ചരിത്രം ഒന്ന് കേൾക്കൂ. മാതാപിതാക്കളോട് എത്രമാത്രം ആദരവോടുകൂടി പെരുമാറണം, അങ്ങനെ പെരുമാറിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്ത് കിട്ടും എന്നതും അതിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിൽ 3 ആളുകൾ ഗുഹയിൽ കിടന്നപ്പോ അവയിൽ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, മാതാപിതാക്കളെ നല്ല രൂപത്തിൽ നോക്കി അത് പടച്ചോനെ നീ സ്വീകരിച്ചെങ്കിൽ രക്ഷപ്പെടുത്തണേ എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കൺകണ്ട ദൈവം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ,
ദൈവം ഒന്നേയുള്ളൂ, പടച്ചവൻ ഒന്നേയുള്ളൂ. എന്നാലും കൺകണ്ട ദൈവം എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ ദുനിയാവിൽ നമ്മൾ ആദരവോടുകൂടി കാണേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നമ്മൾ പൊന്നുപോലെ നോക്കണം. അവരെ നാം ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണം. അവരുടെ ആവശ്യങ്ങൾ മുഴുവനും നിവർത്തിച്ചു കൊടുക്കണം. ഹറാമായതോ നിഷിദ്ധമായതോ അവർ പറഞ്ഞാൽ ഒഴികെ അവരുടെ ഇഷ്ടങ്ങൾ മുഴുവനും നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. കാരണം അതാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോൽ. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട ഈ കാര്യം ഒരു 20-22 മിനിറ്റിൽ ഞാൻ പറഞ്ഞാൽ എത്രമാത്രം ഉൾക്കൊള്ളുമോ അത്രമേ ഉൾക്കൊണ്ടിട്ടുണ്ടാകൂ. ബാക്കിയുള്ളത് പഠിക്കുക, മനസ്സിലാക്കുക. മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീക്കും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. SIRൻ്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് എത്തുകയാണ്. എല്ലാവരും ആ കാര്യം, കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി 9-ാം തീയതി അതിൻ്റെ വോട്ടർ പട്ടിക ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ട് അവിടെ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ, ഈ ബന്ധുത്വത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാവുന്ന കുറവുകൾ ഉണ്ടായേക്കാം. ലിസ്റ്റിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായില്ല എന്ന് വന്നേക്കാം. അങ്ങനെയൊക്കെയാണ് എങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം പരിഹാരം എന്താണ് എന്ന് നോക്കിക്കൊണ്ട് അതും എല്ലാം നിർവഹിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിലുള്ള ഒരു ചിന്തയും ആലോചനയും നമുക്കൊക്കെ ഉണ്ട്. എങ്കിലും ഒന്നുകൂടി വ്യാപകമായി എല്ലാവരെക്കുറിച്ചും ആലോചിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ വളരെ മഹത്വമേറിയവരായി, പ്രാധാന്യം ഉൾക്കൊള്ളുന്നവരായി കണ്ട് ആ രൂപത്തിൽ തന്നെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, ഭാര്യാഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ, വിശ്വാസിനികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. അവരുടെ ബർസഖി ജീവിതം സുരക്ഷിതമാക്കി തീർക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹുവേ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. സർവാധിനാഥനായ റബ്ബേ, കരുണാമയനായ തമ്പുരാനെ, അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ സംരക്ഷിക്കുകയും രോഗബാധിതരായ ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.